ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് 8ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രമാണ്. ഹാഫ് ഇയർലി എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉൾപ്പെടുന്ന ക്ലാസ്സാണിത്. വരുന്ന ക്രിസ്മസ് എക്സാമുമായി ബന്ധപ്പെട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇത് മലയാളം മീഡിയംകാർക്ക് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇംഗ്ലീഷ് മീഡിയം ക്വസ്റ്റ്യൻ പേപ്പർ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ട് പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ക്ലാസ് 8ൻ്റെ സെക്കൻഡ് ടേം എക്സാം എന്നുള്ള പ്ലേലിസ്റ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ അതിലെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് സാമൂഹ്യശാസ്ത്രം മലയാളം മീഡിയംകാരുടെയാണ്. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കാം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യ ചോദ്യം: പരിമിതമായ വിഭവങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കാൻ മനുഷ്യന്റെ ആവശ്യങ്ങൾക്ക് മുൻഗണന നിശ്ചയിക്കേണ്ടതാണ്. ഈ ആശയം മുന്നോട്ട് വെച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ആര്? ഓപ്ഷൻസ്: ആദം സ്മിത്ത്, ആൽഫ്രഡ് മാർഷൽ, ലയണൽ റോബിൻസ്, പോൾ എ സാമുവൽസൺ. രണ്ടാമത്തെ ചോദ്യം: ചെറിയ തോത് ഭൂപടങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഓപ്ഷൻ: ചെറിയ പ്രദേശങ്ങളുടെ വിശദമായ വിവരങ്ങൾ ഉൾപ്പെടുത്തി തയ്യാറാക്കുന്നു. ധരാതലീയ ഭൂപടം ഉദാഹരണമാണ്. വലിയ ഭൂപ്രദേശങ്ങളിലെ പ്രധാന വിവരങ്ങൾ മാത്രം ഉൾപ്പെടുത്തി തയ്യാറാക്കുന്നു. 3. കുഷാന ഭരണകാലത്ത് രൂപം കൊണ്ട ശില്പകലയെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. 4. ചുവടെ തന്നിട്ടുള്ളവയിൽ നിന്നും ശിലകളുമായി ബന്ധപ്പെട്ട് ശരിയായ ജോഡികൾ കണ്ടെത്തുക. ബസാൾട്ട് ആഗ്നേയശില, ഗ്രാനൈറ്റ് കായാന്തരിതശില, മണൽക്കല്ല് ആഗ്നേയശില, ചുണ്ണാമ്പുകല്ല് അവസാദശില. 5. മഹാശിലാസ്മാരകങ്ങളിലെ അവശിഷ്ടങ്ങളിൽ നിന്ന് പ്രാചീന തമിഴകത്തെക്കുറിച്ച് എന്തെല്ലാം വിവരങ്ങളാണ് ലഭിക്കുന്നത്? 6. താമ്രശിലായുഗവുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ആദ്യത്തെ: ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ പ്രധാന താമ്രശിലായുഗ കേന്ദ്രം ഏത്? 2. ഈ താമ്രശിലായുഗ കേന്ദ്രത്തിന്റെ ഏതെങ്കിലും ഒരു സവിശേഷത എഴുതുക. ഇനി 7 മുതൽ 11 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതിയാകും. 7. ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് എന്നീ വാതകങ്ങൾക്കുള്ള പ്രാധാന്യം വ്യക്തമാക്കുക. 8. മാസിഡോണിയക്കാരുടെ ഇന്ത്യൻ ആക്രമണവുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിട്ടുള്ളവർ ഉത്തരം എഴുതണം. ഒന്നാമത്തത്: BCE 327 ഇന്ത്യ ആക്രമിച്ച മാസിഡോണിയയിലെ ഭരണാധികാരി ആര്? 2. മാസിഡോണിയക്കാരുടെ ഇന്ത്യൻ ആക്രമണത്തിന്റെ ഏതെങ്കിലും 2 ഫലങ്ങൾ എഴുതുക. 9. ഈജിപ്ഷ്യൻ സംസ്കാരം ശാസ്ത്രഗണിത ശാസ്ത്ര രംഗങ്ങളിൽ നൽകിയ സംഭാവനകൾ വിശദമാക്കുക. 10. സംസ്ഥാനത്തിന്റെ ഉയർന്ന കോടതിയായ ഹൈക്കോടതിയുടെ അധികാരങ്ങൾ എഴുതുക. 11. പ്രാചീന തമിഴകത്തെ വിനിമയ സമ്പ്രദായത്തിൽ ഉമ്മണർ പ്രധാന പങ്ക് വഹിച്ചിരുന്നു. പ്രസ്താവന സാധൂകരിക്കുക. 12. സാംസ്കാരിക ഭൂപടവും ഭൗതിക ഭൂപടവും തമ്മിലുള്ള വ്യത്യാസം ഉദാഹരണ സഹിതം വ്യക്തമാക്കുക. 13. 2 കോളം ഉണ്ട്, എ കോളം, ബി കോളം. ഇത് മാച്ച് ചെയ്യണം കേട്ടോ. എ കോളത്തിൽ ചാണക്യൻ, ദാദാഭായ് നവറോജി, മഹാത്മാഗാന്ധി, അമർത്യാസൻ. ബി കോളത്തിൽ ക്ഷേമ സാമ്പത്തിക ശാസ്ത്രം, ട്രസ്റ്റിഷിപ്പ്, ചോർച്ചാ സിദ്ധാന്തം, ഫലപ്രദമായ സാമ്പത്തിക പ്രവർത്തനവും വരുമാന നഷ്ടം തടയലും. 14. 16 മഹാജനപദങ്ങളിൽ കൂടുതൽ ശക്തമായത് മഗധയായിരുന്നു. പ്രസ്താവന സാധൂകരിക്കുക. 15. ശതവാഹന കാലത്തെയും ഗുപ്തകാലത്തെയും ഭൂദാനത്തിന്റെ സവിശേഷതകൾ വിശദമാക്കുക. 16. ഭൂപടങ്ങളിൽ തോത് രേഖപ്പെടുത്തുന്ന വിവിധ രീതികൾ ഏതെല്ലാം? ഏതെങ്കിലും 2 രീതികൾ വിശദമാക്കുക. 17. ചുവടെ നൽകിയിട്ടുള്ള സൂചനകളുടെ അടിസ്ഥാനത്തിൽ പഴന്തമിഴ് പാട്ടുകളെക്കുറിച്ച് വിശദമാക്കുക. സംഘസാഹിത്യവും പഴന്തമിഴ് പാട്ടുകളുടെ പ്രതിപാദ്യ വിഷയങ്ങൾ. അങ്ങനെ 2 സൂചനകളാണ്. 17 ചോദ്യങ്ങളും വായിച്ചിട്ടുണ്ട്. ഇനി ഉത്തരങ്ങളിലേക്ക് നോക്കാം. ആൻസർ കീ ആണ്. ആദ്യത്തെ ഉത്തരം ലയണൽ റോബിൻസ്. ഒന്നാമത്തെ ആൻസർ ലയണൽ റോബിൻസ്. 2 സി ആണ്. വലിയ ഭൂപ്രദേശങ്ങളിലെ പ്രധാന വിവരങ്ങൾ മാത്രം ഉൾപ്പെടുത്തി തയ്യാറാക്കുന്നു. മൂന്നാമത്തെ ആൻസർ ഗാന്ധാര ശില്പകല. ഗ്രീക്കുകാരുടെയും റോമാക്കാരുടെയും ശില്പവിദ്യയും ഇന്ത്യയിൽ നിലനിന്നിരുന്ന ശില്പവിദ്യയും ചേർന്ന് രൂപപ്പെട്ട ഒരു പുതിയ ശൈലിയാണ്. ഇന്നത്തെ അഫ്ഗാനിസ്ഥാനിലെ കാണ്ഡഹാർ എന്ന പ്രദേശത്താണ് ഇത്തരം ശില്പങ്ങൾ ധാരാളമായി നിർമ്മിച്ചിരുന്നത്. 4. ബസാൾട്ട് ആഗ്നേയശില, ചുണ്ണാമ്പുകല്ല് അവസാദശില. 5. ഭൂപ്രകൃതി, വിഭവസമൃദ്ധി, ആഹാരരീതി, ആടയാഭരണങ്ങൾ, വിനോദങ്ങൾ, ആചാരങ്ങൾ, പ്രധാന തൊഴിലുകൾ, വിശ്വാസങ്ങൾ. ആറാമത്തെ ചോദ്യം. ഒന്നാമത്തതിൻ്റെ ആൻസർ വരുന്നത് ബലൂചിസ്ഥാനിലെ മെഹർഗഡ് ആണ്. 6ന്റെ രണ്ടാമത്തെ ആൻസർ ആണ്. ഗോതമ്പ്, ബാർലി എന്നിവ അവിടെ കൃഷി ചെയ്യുന്നു. അടുപ്പുകളോടുകൂടിയ വീടുകൾ ചെളിക്കട്ട കൊണ്ട് നിർമ്മിച്ചിരുന്നു. മൺപാത്ര നിർമ്മാണത്തിന് ചക്രം ഉപയോഗിച്ചിരുന്നു എന്നാണ്. 7. പ്രകാശ സംശ്ലേഷണത്തിന്
സസ്യങ്ങൾ കാർബൺ ഡയോക്സൈഡ് ഉപയോഗപ്പെടുത്തുന്നു. ശ്വസന പ്രക്രിയയ്ക്കായി മനുഷ്യനും മറ്റു ജന്തുജാലങ്ങളും ഓക്സിജൻ ഉപയോഗപ്പെടുത്തുന്നു. നൈട്രജൻ സ്ഥിരീകരണത്തിലൂടെ സസ്യവളർച്ചയ്ക്കായി നൈട്രജൻ ഉപയോഗപ്പെടുത്തുന്നു. ഒന്നാമത്തെ 8 1 2 ഉണ്ട്. 8 1 ആൻസർ അലക്സാണ്ടർ. 8 2 ആൻസർ യൂറോപ്പുമായുള്ള വ്യാപാരബന്ധം ശക്തിപ്പെട്ടു. കരയിലും കടലിലുമായി പുതിയ വാണിജ്യപാതകൾ വികസിച്ചു. ഭൂമിശാസ്ത്രപരമായ അറിവ് വർദ്ധിച്ചു. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശത്ത് രാഷ്ട്രീയ ഏകീകരണത്തിന് വഴിതെളിച്ചു. ഗ്രീക്ക് നിർമ്മാണകല ഇന്ത്യയിൽ പ്രചരിച്ചു. 9ാമത്തെ ആൻസർ ആണ് സൂര്യനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു കലണ്ടർ അവർ തയ്യാറാക്കി. ഒരു വർഷത്തെ 365 ദിവസങ്ങളാക്കി കണക്കാക്കിയിരുന്നു. 30 ദിവസങ്ങളുള്ള 12 മാസങ്ങളായി ഒരു വർഷത്തെ വിഭജിച്ചു. ബാക്കി വന്ന 5 ദിവസങ്ങൾ ആഘോഷങ്ങൾക്കായി മാറ്റിവെച്ചിരുന്നു. ഗണിതശാസ്ത്ര രംഗത്തും പ്രാചീന ഈജിപ്തിന്റെ നേട്ടങ്ങൾ ശ്രദ്ധേയമാണ്. ത്രികോണം, ചതുരം എന്നിവയുടെ വിസ്തൃതി കണക്കാക്കാൻ അവർക്കറിയാമായിരുന്നു. നിഴലിനെ അടിസ്ഥാനമാക്കി സമയം കണക്കാക്കുന്ന സൂര്യഘടികാരം, ജലപ്രവാഹത്തിന്റെ അടിസ്ഥാനത്തിൽ സമയം നിർണ്ണയിക്കുന്ന ജലഘടികാരം തുടങ്ങിയവ അവർ തയ്യാറാക്കിയിരുന്നു. 10 നമ്മുടെ ഹൈക്കോടതിയുടെ അധികാരങ്ങളാണ്. മൗലികാവകാശങ്ങളുടെ ലംഘനവുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഉത്തരവുകൾ പുറപ്പെടുവിക്കൽ. സിവിലും ക്രിമിനലുമായ കേസുകളിൽ കീഴ്ക്കോടതികളിൽ നിന്നുമുള്ള അപ്പീൽ പരിഗണിക്കൽ. സംസ്ഥാന നിയമസഭ പാസാക്കുന്ന നിയമങ്ങൾ വ്യാഖ്യാനിക്കൽ. 11ാമത്തെ ഉമണർ ഒരു കച്ചവട സംഘമായിരുന്നു. നെയ്തൽ പ്രദേശത്ത് നിന്ന് ഉപ്പും ഉണക്കമീനും ശേഖരിച്ച് മറ്റു തിണകളിൽ വിതരണം ചെയ്യുന്നു. പകരം കുരുമുളക്, സുഗന്ധദ്രവ്യങ്ങൾ, വനവിഭവങ്ങൾ ശേഖരിക്കുന്നു. ശേഖരിച്ച വിഭവങ്ങൾ കടൽത്തീര പട്ടണങ്ങളിലെ വാണിജ്യ കേന്ദ്രങ്ങളിൽ വിറ്റിരുന്നു. അവിടെ നിന്നാണ് വിദേശ രാജ്യങ്ങളിലേക്ക് അവ കയറ്റി അയച്ചിരുന്നത്. 12 സാംസ്കാരിക ഭൂപടവും ഭൗതിക ഭൂപടവും തമ്മിലുള്ള വ്യത്യാസമാണ്. അപ്പോൾ സാംസ്കാരിക ഭൂപടത്തിൻ്റെയാണ് പറയുന്നത്. സാംസ്കാരിക ഭൂപടം എന്താ? മനുഷ്യനിർമ്മിതമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ്. രാഷ്ട്രീയ ഭൂപടം, കാർഷികം, സൈനികം, ചരിത്രം, ഭൂവിനിയോഗം, വ്യവസായം എല്ലാം ഇതിൽ പെടും. ഭൗതിക ഭൂപടങ്ങൾ പ്രകൃതിദത്തമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്നു. നൈസർഗിക സസ്യജാല ഭൂപടം, ജ്യോതിശാസ്ത്ര ഭൂപടം, ഭൂപ്രകൃതി, ദിനാവസ്ഥ, കാലാവസ്ഥ, മണ്ണ് ഇതെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. 13 എ-കോളം ബി-കോളം മാച്ച് ചെയ്യാനാണ്. ചാണക്യൻ ഫലപ്രദമായ സാമ്പത്തിക പ്രവർത്തനവും വരുമാന നഷ്ടം തടയലും. ദാദാഭായ് നവറോജി ചോർച്ചാ സിദ്ധാന്തം. മഹാത്മാഗാന്ധി ട്രസ്റ്റിഷിപ്പ്. അമർത്യാസൻ ക്ഷേമ സാമ്പത്തിക ശാസ്ത്രം. 14 ഇരുമ്പയിരിന്റെ നിക്ഷേപം ആയുധങ്ങളും കാർഷികോപകരണങ്ങളും നിർമ്മിക്കാൻ സഹായിച്ചു. ഗംഗയും പോഷക നദികളും മഗധയെ ഫലഭൂയിഷ്ഠമാക്കി. വനങ്ങളിലെ മരങ്ങൾ ഉപയോഗിച്ച് വാണിജ്യ ആവശ്യത്തിനുള്ള വഞ്ചികൾ പണിതു. യുദ്ധത്തിൽ ആനകളെ ഉപയോഗിച്ചു. കാർഷിക വാണിജ്യ പുരോഗതി. നദീജല ഗതാഗതം. ശക്തരായ ഭരണാധികാരികളും സുശക്തമായ സൈന്യവും. 15 ഗുപ്ത കാലഘട്ടവും ശതവാഹന കാലഘട്ടത്തിന്റെ സവിശേഷതയാണ്. ഗുപ്ത കാലഘട്ടം സന്യാസിമാർ, ബ്രാഹ്മണർ, കൊട്ടാരത്തിലെ ഉദ്യോഗസ്ഥർ എന്നിവർക്കും ക്ഷേത്രങ്ങൾക്കും ഭൂമി ദാനമായി നൽകി. ഭൂമി ലഭിച്ചവർക്ക് അവ കൈമാറാനുള്ള അവകാശം. അവർ ഭൂമിയിൽ കർഷകരെ കൊണ്ട് ഇതില്ല കേട്ടോ. ഭൂമി ലഭിച്ചവർക്ക് അവ കൈമാറാനുള്ള അധികാരം ഉണ്ടായിരുന്നു. അവർ ഭൂമിയിൽ കർഷകരെ കൊണ്ട് പണിയെടുപ്പിച്ചു. കർഷകർക്ക് ഭൂമിയിൽ ഒരു അവകാശം ഉണ്ടായിരുന്നില്ല. കൃഷി വ്യാപകമായെങ്കിലും കർഷകന്റെ അവസ്ഥ പരിതാപകരമായിരുന്നു. ശതവാഹന കാലഘട്ടം ബുദ്ധസന്യാസിമാർ, ബ്രാഹ്മണർ എന്നിവർക്ക് ഭൂമി ദാനമായി നൽകി. കൃഷിഭൂമിയുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു ഭൂദാനങ്ങളുടെ പ്രധാന ലക്ഷ്യം. ദാനം നൽകിയ ഭൂമിയുടെ ഭരണാധികാരവും ക്രമേണ ഇവർക്കു നൽകി. രാജാവിന്റെ അധികാരത്തെ ഇത് ദുർബലപ്പെടുത്തി. ഇനി 16 നമ്മുടെ ഭൂപടങ്ങളിൽ തോത് രേഖപ്പെടുത്തുന്ന 3 രീതികളാണ്. പ്രസ്താവനാ രീതി, ഭിന്നക രീതി, രേഖാരീതി. ഇതിലേതെങ്കിലും 2 നിങ്ങൾക്ക് എഴുതിയാൽ മതി. ഇവിടെ 3 ഞാൻ പറയുന്നുണ്ട്. പ്രസ്താവനാ രീതി ഭൂപടത്തിലെ ഒരളവ് ഭൂമിയിലെ എത്ര പ്രദേശത്തെ പ്രതിനിധാനം ചെയ്യുന്നു എന്ന് കാണിക്കുന്ന രീതിയാണ്. സാധാരണക്കാർക്ക് പോലും എളുപ്പത്തിൽ മനസ്സിലാക്കാമെന്നുള്ളതാണ് ഈ രീതിയുടെ മെച്ചം. ഉദാഹരണം, 1 സെന്റിമീറ്റർ 5 കിലോമീറ്റർ ആണ്. ആ രീതിയിൽ ചെയ്യും. ഭിന്നക രീതി ഭൂപടത്തിലെ ദൂരവും ഭൂമിയിലെ ദൂരവും തമ്മിലുള്ള ആനുപാതിക അകലത്തെ സൂചിപ്പിക്കുന്ന രീതിയാണ്. ഓരോ രാജ്യത്തും നിലവിലുള്ള യൂണിറ്റുകളുടെ അടിസ്ഥാനത്തിൽ ഈ ആനുപാതിക അകലത്തെ വായിച്ചെടുക്കാം എന്നതാണ് ഇതിന്റെ മെച്ചം. ഉദാഹരണം തന്നിരിക്കുന്നത് കണ്ടല്ലോ. രേഖാരീതി ഭൂപടത്തിൽ ഉണ്ടാകുന്ന മാറ്റത്തിന് ആനുപാതികമായി തോതിലും മാറ്റം വരുത്തി പ്രദർശിപ്പിക്കുന്ന രീതിയാണിത്. ഭൂപടങ്ങൾ വലുതാക്കുകയോ ചെറുതാക്കുകയോ ചെയ്യുമ്പോൾ രേഖാരീതിയിൽ കാണിച്ചിട്ടുള്ള തോതും ആനുപാതികമായി മാറുന്നു എന്നതാണ് ഈ രീതിയുടെ സവിശേഷത. ഇനി 17ാമത്തെ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്
ഒന്നാമത്തെ, പഴന്തമിഴ് പാട്ടുകളുടെ സമാഹാരങ്ങൾ സംഘസാഹിത്യം എന്നറിയപ്പെടുന്നു. ലഭ്യമായതിൽ ഏറ്റവും പഴക്കമുള്ള തമിഴ് സാഹിത്യം BCE 300-നും CE 300-നും ഇടയിലാണ് സമാഹരിക്കപ്പെട്ടതെന്ന് കണക്കാക്കപ്പെടുന്നു. പ്രാചീന തമിഴകത്തെ മനുഷ്യജീവിതത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ സഹായിക്കുന്നു. പഴന്തമിഴ് പാട്ടുകളെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്: അകംപാട്ടുകളെന്നും പുറംപാട്ടുകളെന്നും. അകംപാട്ടുകൾ എന്ന് പറഞ്ഞാൽ അതിൽ എപ്പോഴും തീമായിട്ട് വരുന്നത് വ്യക്തിപരവും കുടുംബപരവുമായ കാര്യങ്ങളാണ് പ്രതിപാദിക്കുക. പുറംപാട്ടുകളാണെങ്കിൽ യുദ്ധം, കച്ചവടം എന്നീ വിഷയങ്ങളായിരിക്കും ആ പാട്ടുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ 17 ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും. മാക്സിമം ഏതൊക്കെ ഭാഗത്തുനിന്ന് ചോദ്യം ഉണ്ടായിട്ടുണ്ടോ അത്രയും പഠിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. നല്ല മാർക്ക് സ്കോർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കുക. തുടർന്ന് വാച്ച് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.